ഇക്കാര്യത്തിൽ ഉണ്ണി സർ പറഞ്ഞ ഈ ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ച് പറയുമ്പോൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഡിക്ലൈൻ ഡോക്ടർ അരുൺ അത് അറിയാമെങ്കിലും അത് വെറുതെ ഒന്ന് സൂചിപ്പിച്ച് പോവുകയേ ചെയ്തുള്ളൂ. അതുകൊണ്ട് ആ പെർസെൻറ്റേജ് ഡിക്ലൈൻ എത്രയാണെന്ന് ഞാൻ പറയാം. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ 2014 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് അത് 29.2%. അതിൽ നിന്ന് കുറവുണ്ടായിരിക്കുന്നത് ഈ 10 വർഷം കൊണ്ട് 11.3% അത് താഴ്ന്നു വന്നിട്ടുണ്ട്. ഈ ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ച് എടുത്തു പറയുന്ന ആളുകൾ അതുകൂടി പറയണം. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് 13.5 കോടി ആളുകളാണ് പട്ടിണിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്നുള്ളത് ഔദ്യോഗിക രേഖകളിൽ കിടക്കുന്ന കാര്യമാണ്, ഞാൻ പറയുന്നതല്ല. അതായത് അന്ത്യോദയ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. അതായത് വന്നു നിൽക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ മുതലുള്ള സ്ത്രീകൾ അവർ തീരുമാനിക്കും. കാരണം അവർക്കറിയാം അവരുടെ കുടുംബത്തിലേക്ക് എത്രമാത്രം സാധനങ്ങൾ വന്നിട്ടുണ്ട്, സേവനങ്ങൾ വന്നിട്ടുണ്ട്. അവസാനത്തെ വ്യക്തിയിലേക്ക് സേവനങ്ങൾ എത്തിയെന്ന് ഉറപ്പാക്കുന്നതിനായി, അത് അതിവേഗത്തിലെത്തിയെന്ന് ഉറപ്പാക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫ്ലേഷനെ കുറിച്ച് ഞാൻ നേരത്തെ ഉണ്ണി സാറിനോട് ചോദിച്ചിരുന്നു. ഇൻഫ്ലേഷൻ 8.20 ആയിരുന്നു 2014. ഇന്ന് അത് എത്തി നിൽക്കുന്നത് 5%. അപ്പോൾ വ്യത്യാസം എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് കൂടി നോക്കണം. GDP കുറിച്ച് എപ്പോഴും പറയാറുണ്ടല്ലോ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ GDP കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. GDP പെർ ക്യാപിറ്റ $3,889 നിന്ന് 6,016 എത്തിയതിനെ കുറിച്ച് പറയില്ല. ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയായി ഇന്ത്യ മാറി എന്നതിനെ കുറിച്ച് പറയില്ല. എപ്പോഴും ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ച് പറയും, പട്ടിണി സൂചിക മാത്രം എടുത്ത് പിടിക്കുകയും ചെയ്യും. പക്ഷേ ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയെ കുറിച്ച് ഒരു കാര്യവും പറയാതെ പോയതുകൊണ്ടാണ് എനിക്കത് ഇടപെടേണ്ടി വന്നത്. പിന്നെ ഈ ചികിത്സാ പദ്ധതി, ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതികൾ, അങ്ങനെയുള്ള പദ്ധതികൾ പലതും നടപ്പാക്കി അത് സാധാരണക്കാർക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നുണ്ടെന്നേ. ഉജ്ജ്വൽ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായി 10 കോടി ആൾക്കാരുണ്ട്. അവർ കൃത്യമായി അവരുടെ മൗത്ത് പബ്ലിസിറ്റി മതി, താഴെത്തട്ടിൽ ആ മൗത്ത് പബ്ലിസിറ്റി മതി. അല്ലാതെ ഏതൊക്കെ തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങൾ അത് മാധ്യമങ്ങൾ മുഴുവൻ എതിരെ പറഞ്ഞിട്ടും 2019 അധികാരത്തിലേക്ക് എത്തിയില്ലേ? 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യ മുന്നണി വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നു, കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താൻ പോകുന്നുവെന്ന് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്നതിന്റെ പാതി വരെ ഉറച്ചു പറഞ്ഞവരാണല്ലോ. അതെന്താണ് അവസാനം സംഭവിച്ചത്? അപ്പോൾ ജയിക്കുകയാണെങ്കിൽ EVM-നെ, BJP ജയിച്ചാൽ EVM മോശം, കോൺഗ്രസ് ജയിച്ചാൽ EVM നല്ലതാ, അങ്ങനെ പറയുന്ന ഒരു നറേറ്റീവിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പറയാണ്ടോ? അല്ല, ഏതാ പ്രശ്നം അറിയാം. EVM-നെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ ഒന്നാമത് സുജയ്, നമ്മൾ എന്തുകൊണ്ടാണ്, നല്ല ചോദ്യമാണ്, കോൺഗ്രസ് ജയിക്കുമ്പോൾ EVM-ന് കുഴപ്പമില്ല, BJP ജയിക്കുമ്പോഴെന്താണ് പിന്നെ EVM-ന് പ്രശ്നം വരുന്നത് എന്ന് നമ്മൾ സംശയം ഉന്നയിക്കുന്നത്? വളരെ സിമ്പിളാണ്. ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു പലതരം മൂല്യങ്ങളുണ്ട്. ജനാധിപത്യം, മതേതരത്വം, അല്ലേ, അങ്ങനെയൊക്കെയുള്ള ആ മൂല്യങ്ങൾ, ഭരണഘടന, ഇത്തരത്തിലുള്ള ആ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഒരു സംശയവും ഉണ്ടാവില്ല. ജനാധിപത്യത്തിൽ വിശ്വസിക്കണം. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്കൊരു സംശയം ഉണ്ടാവില്ല. അത്തരത്തിലുള്ള മൂല്യങ്ങളെയൊക്കെ മറികടന്ന് പറയുന്ന ഈ മതാന്ധതയും വംശീയതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് ഏത് അറ്റം വരെയും പോയി ഏത് മാൽ പ്രാക്ടീസും ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് BJP അത് ചെയ്യും എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളൊരു സംശയം ഉണ്ടാകുന്നത്, ഇപ്പം ഞാനൊരാളെ തെറി പറയില്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് തെറി പറയുന്നത് ശരിയല്ല എന്നുള്ള മൂല്യബോധം എനിക്കുണ്ട്. വേറൊരാൾക്ക് അതില്ല എങ്കിൽ തെറി പറയാൻ പറ്റും, കാരണം അയാൾക്ക് ആ മൂല്യബോധം ഇല്ല. അതുപോലെയാണ് ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങളിലും തത്വങ്ങളിലും ഒക്കെ ഉറച്ചു വിശ്വസിക്കുന്ന രാഷ്ട്രീയ EVMs ഡിപ്ലോയ് ചെയ്യുന്നപ്പോൾ കോൺഗ്രസിന് വേണ്ടി വേറൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്ക് വേണ്ടി വേറൊരു തെരഞ്ഞെടുപ്പ് അങ്ങനെ ഇല്ല. ഇപ്പം നമ്മളിപ്പം ഞാൻ നേരത്തെ ഇപ്പം സ്മൃതി സൂചിപ്പിച്ചല്ലോ, ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി, അല്ല അത് ഞാൻ പറഞ്ഞുതരാം. അതല്ല, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി 2014 അധികാരത്തിൽ വന്ന ഉടനെ തന്നെ August 9 എനിക്ക് കൃത്യമായ ഡേറ്റ് ഓർമ്മയുണ്ട്. 2014 August 9 പിന്നെ പാർലമെന്റ് പാസ്സാക്കുകയാണ് ആ നിയമം. എന്തിനാണ് അത് കൊണ്ടുവന്നത്? സുപ്രീം കോടതിയിലെയും സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരിലേക്ക് പോകുന്നു. എന്താണ് അതിൻ്റെ ആവശ്യം? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നിട്ട് എന്ത് ചെയ്തു? സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് കൊളീജിയം ഇപ്പോൾ നിലനിൽക്കുന്നു. ചീഫ് ജസ്റ്റിസിനെ മാറ്റുന്നു. ഒരിടത്ത് BJP ജയിക്കുന്ന അല്ലെങ്കിൽ ജയിക്കുമെന്ന് തോന്നുന്ന ഘട്ടം വരുമ്പോൾ, തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ, അവർ ജയിക്കുകയാണെങ്കിൽ EVM-ലുള്ള കോൺഫിഡൻസ് കൊണ്ടായിരിക്കും. അത് തികച്ചും ദുരുപദിഷ്ടമായ ഒരു കമന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സത്യമാണ്. അല്ല, അത് ദുരുപദിഷ്ടമല്ല, അത് സതുദ്ദേശപരമാണ്. കാരണം വെച്ചാൽ അതിന്റെ ന്യായമാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അതേസമയം ജനാധിപത്യത്തെയും അത്തരത്തിലുള്ള മഹത്തായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും നമുക്ക് വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരേണ്ടതുണ്ട്. കളം ഒരുങ്ങിയോ എന്ന ചോദ്യമായിരിക്കില്ല, അതിനുശേഷം വേറെ എന്തെങ്കിലും ചോദ്യമായിരിക്കും. പക്ഷേ ഈ ചർച്ച തുടരും. കളം ഒരുങ്ങിയോ എന്നതിൽ 5 പേർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കളം Meet the editors.